നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രജ സുധീഷ്. പത്തനംതിട്ടയുള്ള മദേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പാരാമെഡിക്കലിലെ ഫാക്കൽറ്റിയാണ്. ഇപ്പോൾ +2 കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് ഏത് കോഴ്സ് എടുത്ത് വെച്ച് പഠിക്കണം എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോഴ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഡിപ്ലോമ ഇൻ ആയുർവേദ നഴ്സിംഗ് ആൻഡ് ഫാർമസി. ആയുർവേദം എന്നാൽ പ്രകൃതിയിലെ വൈവിധ്യമാർന്ന സസ്യജാലങ്ങളും മനുഷ്യ ശരീരത്തിലെ ആന്തരികമായ സൂക്ഷ്മാവസ്ഥകളും കോർത്തിണക്കുന്ന ശാസ്ത്രമാണ് ആയുർവേദം. നമ്മൾ ആയുർവേദ ചികിത്സ നടത്തുന്നത് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിനെയും മനസ്സിനെയും അറിഞ്ഞ് ചികിത്സിക്കുന്ന രീതിയാണ് ആയുർവേദം എന്ന് പറയുന്നത്. ലോകത്തിലുള്ള 80% ആളുകളും ഒരു പാർശ്വഫലങ്ങളും ഇല്ലാതെ തിരഞ്ഞെടുക്കുന്ന ഒരു ചികിത്സയാണ് ആയുർവേദം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കുക, എന്താണ് ഈ കോഴ്സ്? ഇപ്പോൾ 1.5 വർഷത്തെ തിയറിയും 6 മാസത്തെ പ്രാക്ടിക്കലുമാണ് ഈ കോഴ്സ്. ഒരു ഡോക്ടറിൻ്റെ അണ്ടറിൽ നമ്മൾ എങ്ങനെ ഒരു രോഗിനെ പരിചരിക്കണമെന്നും പിന്നെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകളായ ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി, ഇതൊക്കെ ഉദ്വർത്തനം, ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് പരിശീലനം കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഫാർമസിക്കകത്ത് നമ്മൾ എന്തൊക്കെയാണ് മെഡിസിനെ കുറിച്ച് ആയുർവേദ മെഡിസിൻസ് ആയ അരിഷ്ടങ്ങളും കഷായങ്ങളും ലേഗ്യങ്ങളും ഒക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്നും അതിന് പരിശീലനം കൊടുക്കുകയും ചെയ്യുന്നു. വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ മേൽനോട്ടത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. +2 ഏത് കാറ്റഗറി എടുത്തവർക്കും ഒരുപോലെ ചൂസ് ചെയ്യാവുന്നതാണ് ഡിപ്ലോമ ഇൻ ആയുർവേദ നഴ്സിംഗ് ആൻഡ് ഫാർമസി. കൂടാതെ ഇവർക്ക് ഉപരിപഠനത്തിന് ചാൻസുകൾ വളരെ കൂടുതലാണ്. അതായത് വിജയകരമായ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആയുഷ് മന്ത്രാലയത്തിന് കീഴിലുള്ള ആയുർവേദ റിസോർട്ടുകളിൽ, ആയുർവേദ ഹോസ്പിറ്റലുകളിൽ ഒക്കെ ജോലി സാധ്യത കൂടുതലാണ്. വിദേശത്തും സ്വദേശത്തും ഒരുപോലെ ജോലി സാധ്യതയുള്ള മേഖലയാണ് ആയുർവേദ നഴ്സിംഗ് ആൻഡ് ഫാർമസി.